ഹായ് ഇഖ്വാൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ അഖ്ബാറൊക്കെ റാഹത്തല്ലേ? ജീമിൻ്റെ മറ്റു രണ്ട് രൂപങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതായത് തുടക്കത്തിൽ എഴുതുമ്പോൾ, നടുവിൽ എഴുതുമ്പോൾ. ഇത് തുടക്കത്തിൽ എഴുതുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം. ഇതാണ് ജീമായാലും ഹ ആയാലും ഹ ആയാലും. ഇത് ഒന്നുകൊണ്ട് വളഞ്ഞു കുത്തി ഇങ്ങനെ എഴുതും. ഇതാണ് ഒരു ഐറ്റം. അതല്ല സാധാ പോലെ ഇങ്ങനെ. ഈ രണ്ട് ഐറ്റാണ്. ഇതാണ് വ്യത്യാസം. ഒന്ന് തുടക്ക ഭാഗം വളഞ്ഞ് കുത്തി എഴുതുക. അത് എഴുതുമ്പം ഈ തല അവിടെ തട്ടിയില്ല എന്ന പോലെ അടുപ്പിച്ച് മറ്റു സാധാ നമ്മൾ എഴുതുന്ന നേരെ എഴുതുക. ഇത് വളഞ്ഞു കുത്തി എഴുതുക, മറ്റു നേരെ എഴുതുക. ഓക്കെ, ഈ വ്യത്യാസമുള്ളത്. ലാമ്, കാഫ്, ദാല് ഇവകളിലൊക്കെ ചേർത്ത് എഴുതുമ്പോഴാണ് ഇങ്ങനെ സാധാരണ വരാറ്. ഇപ്പം ഉദാഹരണം പറയാം, ഹദ്. അതൊരു ശൈലികളാണ്. ഇപ്പം അങ്ങനെ അല്ലാതെ എഴുതി വെച്ചിട്ട് വലിയ പ്രശ്നമുണ്ട് എന്നല്ല. അങ്ങനെ പൊക്കി എഴുതുന്ന അക്ഷരം. അതേപോലെ ഹാ നമ്മൾ പൊക്കി എഴുതുക. അപ്പം നമ്മൾ അവിടെയൊക്കെ എന്ത് ചെയ്യുക? ഈ ജീമാണ് എഴുതുന്നത്. ഇങ്ങനെ പൊക്കി എഴുതുന്ന വാക്കുകളിലാണ് ഈ ഹാവ്, ജീമോ, ഹാക്ക് എഴുതുക. അല്ല മറ്റുള്ളിടത്താണെങ്കിലൊക്കെ സാധാ ഈ മറ്റുള്ളടത്ത് പൊക്കി എഴുതുക. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ ഹ തന്നെ ഇതിന് മഫ്തൂഹ എന്നാണ്, ഇതിന് മുഗലഖ എന്നാണ്. മഫ്തൂഹ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ എഴുതുന്ന പദത്തിലൊക്കെ വരുന്ന ഹ. നേരെ ഇതിനോട് ചേർത്ത് എഴുതുന്ന ഇങ്ങനെ. ഇതിൽ ഈ ഹ ആണ് മഫ്തൂഹ. ഇതാണ് മഫ്തൂഹ എന്ന് പറഞ്ഞ. ഇതിൻ്റെ മറ്റു ചെറിയൊരു വ്യത്യാസമുള്ളതാണ് മുഖന്തറ. അതെന്താ വെച്ചാൽ നമ്മൾ അടിക്ക് ഒരു അക്ഷരം ചേർത്ത് എഴുതുമ്പം ഈ ഹായെ പൊന്തിച്ച് ഒന്ന് ഉയർത്തി ഏതുപോലെ മീമ നമ്മൾ എഴുതേണ്ട ഇങ്ങനെയല്ലേ. ഈ മീമൊക്കെ ഹായിനെ കൂട്ടുമ്പോൾ ഈ വരമ്പൊന്ന് പൊന്തിച്ചിട്ട് ഇങ്ങനെ എഴുതുന്ന ഹാ. ഒറ്റനോട്ടത്തിലൊക്കെ ഒരേപോലെ തന്നെയാണ്. പേര് വ്യത്യാസം ഉണ്ടെന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞ മുഗലഖ, അത് ഒന്ന് വളഞ്ഞു കുത്തും, എന്നിട്ട് ഇവിടെ തട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ. മറ്റൊരു മഫ്തൂഹ. ഈ മഫ്തൂഹ തന്നെ വരമ്പെന്ന് പൊന്തിച്ചേരും. അതിനാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മുഖന്തറ. ഓക്കെ.